അതൊന്ന് വിസിറ്റിൻ്റെ കഴിഞ്ഞ് വേറെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും ചർച്ചയാവുന്നത് ഈ വയനാട് ധനസഹായവുമായി ബന്ധപ്പെട്ട അത് പറഞ്ഞല്ലോ, അവർ എം പിമാർ പോയി കണ്ടു, അതിൻ്റെ വരും റിസൾട്ട് മറുപടി പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പറയുന്നത് ബി.ജെ.പി. എം പിമാർ എന്തുകൊണ്ട് ഇതിനോട് മുഖം തിരിച്ചിരിക്കുന്നു? അങ്ങനെയും കേരളത്തിൽ നിന്ന് മലയാളിയായ ഒരു ബി.ജെ.പി. എം പി ആണല്ലോ. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യമായി എന്തുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. ഞാനാണല്ലോ ആദ്യം അവിടെ പോയത്. ആ മുണ്ടക്കൈയിലൊക്കെ ചെല്ലുമ്പോഴൊരു ഒരാളും ഇല്ലായിരുന്നു. 4-ാമത്തെ ദിവസമാണ് ബാക്കിയുള്ളവർ വെയിലിപ്പാലം അവിടെ നിന്ന് നോക്കിയത് ഞാനാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ അപ്പുറത്തേക്ക് കിടന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഇൻവോൾവാണ്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ മധ്യപ്രദേശിൽ നിന്നല്ലേ. അത് മിക്കവാറും നടക്കുന്നുണ്ട്. എന്തേ? ആര്? ഞാനോ? അല്ല, അത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ വകുപ്പുമായിട്ട് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, അങ്ങനെയുള്ള മൈനോറിറ്റി അഫയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ MOS വരെ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. കേരളത്തിൽ LDF മന്ത്രിമാരും CPM ഒക്കെ വിമർശിക്കുന്നത് മലയാളി 2 മന്ത്രിമാരുണ്ടല്ലോ, അവർ ഈ വയനാടിന് സഹായം ലഭ്യമാക്കാൻ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ജനങ്ങൾക്കറിയാം. അങ്ങനെ ശ്രമം നടക്കുന്നുണ്ട്. അല്ല, അതെപ്പോഴും ഉണ്ടെന്നേ, അതെപ്പോഴും ഉണ്ടത്. കാരണം അതൊക്കെ ഒഫീഷ്യലായിട്ട് വരേണ്ടിയ കാര്യങ്ങളാണ്. നമ്മളത് പൊളിറ്റിക്കൽ അല്ല. ഞാനവിടെ പോയി കണ്ടതല്ല. എൻ്റെ ചുറ്റിനും 100 കണക്കിന് ആൾക്കാർ. ഞാൻ ആ ചെളിയിലാണ് വന്നത്, ആ മുണ്ടക്കയിലേ. അപ്പോൾ അതിനുശേഷം 4 ദിവസം കഴിഞ്ഞാണ് അവിടെ പോലും വന്നത് ഈ കക്ഷികൾ. PM ആണ് ആദ്യം. ഞാൻ പറയാം, 4:30 മുമ്പ് അദ്ദേഹം ഇതെല്ലാം ചെയ്തു. അതിന് തന്നെ എനിക്കൊന്ന് 1500 കോടി 2000 കോടിയുണ്ട്. 5:30 ആയപ്പോൾ ആ ലിസ്റ്റ് എനിക്ക് കിട്ടി. ഞാനവിടെ പോയിട്ട് വായിച്ചത് ആ ലിസ്റ്റാണ്. ഫോഴ്സ്, എല്ലാ ഫോഴ്സും, ആർമി, അതുപോലെ തന്നെ എയർഫോഴ്സ്, അതുപോലെ ഒരു കപ്പൽ, എൻ്റെ പേരുള്ള കപ്പൽ, പിന്നെ ഈ ബെയിലി പാലത്തിൻ്റെ ഇതൊക്കെ വരുന്നത്, അങ്ങനെയുള്ള എല്ലാം ചെയ്ത് ആദ്യം ചീഫ് മിനിസ്റ്ററെ വിളിച്ചത് PM ആണ്. ഇങ്ങോട്ടല്ല വിളിക്കുന്നത്. സാധാരണ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്, അങ്ങോട്ടാണ് വിളിച്ചത്. പക്ഷേ ഈ മരിച്ചവരുടെ പേരിലുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ഞാനത് പോയി കണ്ടതാണല്ലോ. അപ്പോൾ അതങ്ങനെ നാക്ക് ഭംഗിയല്ല അത് പറയാൻ, അതിന് രാഷ്ട്രീയം പറയാൻ. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശൈലിയല്ലേ. അല്ലെന്നേ, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരും ഓരോ ശൈലിയിലാണ് പെരുമാറുന്നത്. അത് ഇപ്പോൾ നിലവിലെ ഇതിന്റെ പ്രോസസ് എന്താണ്? ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ആകെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതിതീവ്ര ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിക്കാൻ പറ്റുന്നത് ഇവര് പറഞ്ഞല്ലോ. നമ്മുടെ MP മാര് പോയി കണ്ടു, അവരത് പറഞ്ഞു. ഇനിയിപ്പോൾ ഹോം മിനിസ്റ്റർ അത് പറയുമല്ലോ. അപ്പോൾ അതിനെല്ലാം വെയിറ്റ് ചെയ്യണ്ടേ ആണല്ലോ അതിൻ്റെ ഒരു രീതി. വെറുതെ പറഞ്ഞിട്ട് ഈ മരിച്ചവരുടെ ഒരു ഇതുണ്ടല്ലോ, അതൊരു കീപ്പ് ചെയ്യണ്ടേ. വേറെ കാര്യത്തിൻ്റെ രാഷ്ട്രീയം പറയാം. ഇതിന് ഞാനവിടെ പോയതുകൊണ്ട് ആ ഫീലിംഗ് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ BJP നേതാക്കൾ പലരും ആക്ഷേപം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടുണ്ട്, ചില ഫണ്ടുകളുണ്ട്, അത് ചെലവാക്കാതെ കേന്ദ്രത്തിനോട് ചോദിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അത് ഫണ്ട് മുഴുവൻ കേന്ദ്രത്തിൻ്റെ അല്ലേ വിനിയോഗിക്കുന്നത്? കേന്ദ്രത്തിൻ്റെ കേരളത്തിന്റെ കയ്യിൽ അല്ല. ഞാൻ പറഞ്ഞത് ഇതിനി വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പം പറയുന്നില്ലേ പ്രധാന സാധനം ഇപ്പം പറഞ്ഞിട്ട് വരുന്നില്ലേ ആൾക്കാരെ പുനരധിവസിപ്പിക്കാനുള്ളത്. അതാണ് പ്രധാനപ്പെട്ടത്. അല്ല, അത് ഹൈക്കോടതി പറഞ്ഞല്ലോ ഉപയോഗിച്ചോളാൻ. 782 കോടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങളത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഹൈക്കോടതി പോയിട്ട് കളത്തരം പറയാൻ പറ്റും. അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥൻ്റെ പണി പോവുകയില്ല. അഫിഡവിറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥനെ 782 കോടിയുണ്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോടതി അംഗീകരിക്കുന്നു, ഉപയോഗിച്ചോളാൻ പറയാം. അതോടെ അത് തീർന്നില്ലേ? പിന്നെ അതിനപ്പുറത്തേക്കുള്ള പൊളിറ്റിക്സിന് ഞാനില്ലെന്നേ. അത് കണ്ടതുകൊണ്ട് ഇവരൊന്നും കണ്ടിട്ടില്ലത്. ഈ നാക്ക് പൊങ്ങിയല്ലത് പറയാൻ. ആ ഫീലിംഗ് അനുഭവിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. നിർത്താ. ഈ ഭക്ഷണത്തിന് മതവും ജാതിയൊന്നും ഇല്ലെങ്കിൽ പറയുന്നത് ഈ അസമിലെ ബീഫ് നിരോധനം അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ബീഫ് നിരോധനം, അതിലെന്താണ് കമന്റ് പറയാനുള്ളത്? ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. അവിടെ ജനങ്ങൾ തീരുമാനിക്കും. ഓരോ രാജ്യത്തിന് ഓരോ സംസ്ഥാനത്തിനും ഓരോന്നാണ്.
എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലെയും ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അത് ഫെഡറൽ ഒരു സംവിധാനമാണെന്നുള്ള, അത് ഒരു ഫെഡറൽ സംവിധാനമാണ്. അതുപോലെ തന്നെ അതാത് സംസ്ഥാനങ്ങളിലാണ് നമുക്ക് നിർത്താം, അതാത് സംസ്ഥാനങ്ങളിലാണ് തീരുമാനിക്കുന്നത്.